നമസ്കാരം. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 ഒരുപക്ഷെ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ അഭൂതപൂർവമായിട്ടുള്ള വളർച്ച ഉണ്ടാകുവാനും കഴിഞ്ഞ 2-3 വർഷമായിട്ട് പല വിധത്തിലുള്ള തൊഴിൽ മണ്ഡലങ്ങളിലും ഏർപ്പെട്ടതിൻ്റെ നഷ്ടങ്ങളൊക്കെ നികത്താൻ തക്കവണ്ണമുള്ളൊരവസരം, സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുവാനും ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ വിസ്തൃതിയുള്ളൊരു ഭൂമി വാങ്ങിക്കുവാനൊരവസരം വന്നു ചേരും. ജൂൺ മാസം മുതൽ 6 മാസത്തിൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ ഭൂമി വാങ്ങി ഗൃഹനിർമ്മാണം വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കാനുള്ളൊരവസരം ഉണ്ടാവും. അതല്ലാത്ത പക്ഷം ഗൃഹസമുച്ചയത്തിലെ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുക എന്നതിൽ വാസ്തുശാസ്ത്രപ്രകാരം തന്നെ ഗൃഹം നിർമ്മിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ ഇടയുണ്ട്. 2023 തന്നെ ഒരുപക്ഷെ ഇനി മുതൽ മാതാപിതാക്കളെ താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി തൊഴിൽ മാറ്റത്തിനെ പറ്റി ശ്രമിക്കുകയും തണുപ്പ് രാജ്യത്ത് നിന്ന് മാറി സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് മാറാനുള്ളൊരു പരിശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. എന്നാൽ പലപ്പോഴും അതൊന്നും വേണ്ട വിധത്തിൽ ആയിരുന്നില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള ജോലി പോലെ തന്നെ തത്തുല്യമായൊരു ജോലി ലഭിക്കാത്തതുകൊണ്ട് സ്വല്പം മനസ്സിന് സമാധാനക്കേടൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം അതെല്ലാം സഫലമാകുവാൻ സാധ്യതയുണ്ട്. അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് വളരെ അവിചാരിതമായിട്ട് തന്നെ രേഖാപരമായിട്ട് വന്നു ചേരുവാനിടയുണ്ട്. വേറെ ചിലർക്ക് വർഷങ്ങളായിട്ട് 8-10 വർഷമായിട്ട് ഭൂമി വാങ്ങിയതായിട്ടുള്ള പലർക്കും പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും തൃപ്തികരമായിട്ടുള്ള ആവശ്യത്തിന് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി, ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വില വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. പുതിയതായിട്ടുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രചരണ രീതികളൊക്കെ 2023 പകുതി മുതൽ മെയ്-ജൂൺ മാസം മുതൽ തുടങ്ങിയിരുന്നു. ഇനി മുതൽ അതൊരു വിപുലീകരണത്തിൻ്റെ പാതയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു നല്ലൊരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കൃത്യമായിട്ടുള്ളൊരു ഭരണ സംവിധാനവും ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള ആശയങ്ങളും ലക്ഷ്യബോധത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളും അവലംബിക്കാൻ അവസരമുണ്ടായിത്തീരും. ഒരുപക്ഷെ അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിച്ചുകൊണ്ട് ഉദ്ധരിക്കാനുള്ളൊരവസരം ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന പലർക്കും 2023 സെപ്റ്റംബർ തന്നെ കോഴ്സുകളൊക്കെ തീർന്നിരുന്നു. പക്ഷേ ഒരു സുസ്ഥിരമായുള്ളൊരു ജോലി ലഭിക്കാത്തത് കൊണ്ട് മറ്റൊരു വികസിത രാഷ്ട്രത്തിലേക്ക് അവസരങ്ങൾ ഉണ്ടാകുവാനും ഫെബ്രുവരി മുതൽ അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും സെപ്റ്റംബർ മാസം മുതൽ ഏറ്റവും ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ളൊരു ഉദ്യോഗത്തിനും സാധ്യതയുണ്ട്. ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടു കൂടി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ കഴിഞ്ഞ വർഷം വിജയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നല്ല വിദ്യാലയത്തിൽ, പേര് കേട്ട വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് ഈ വർഷം കൂടിയും ഉപരിപഠന പ്രവേശന പരീക്ഷ എഴുതുകയും തൃപ്തികരമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും 10ാം സ്ഥാനത്തിൻ്റെ ഉള്ളിലുള്ള വിദ്യാലയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുവാനുള്ള സാഹചര്യങ്ങളെല്ലാം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുവാൻ ഇടയുണ്ട്. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും തൃപ്തികരമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുവാനും ഗവൺമെൻറ്റിൽ നിന്നും ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ പ്രോത്സാഹന സമ്മാനമൊക്കെ ലഭിക്കുവാനും ആദരവ് ലഭിക്കുവാനും സാധ്യതയുണ്ട്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കും. ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നതിന് ഭാഗമായിട്ട് എല്ലാ ചുമതലകളും വളരെ കൃത്യമായ രീതിയിൽ നിർവഹിക്കുവാനും ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാനും സാധിക്കും. കാര്യനിർവഹണ ശക്തി, ഉത്സാഹം, ഉന്മേഷം എന്നിവ കൃത്യമായുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പ്രതീക്ഷിച്ചതിലുപരി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാൻ ഇടയുണ്ട്. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കം. പിതാവിന് പലപ്പോഴും അസുഖങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട്
ഒരുപക്ഷെ അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന പലർക്കും 6 മാസത്തിലൊരിക്കൽ ഗൃഹത്തിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വേറെ ചിലർക്ക് തീർത്തും അവിചാരിതമായിട്ട് സ്ഥിരതാമസത്തിനുള്ളൊരു അനുമതി ലഭിക്കുവാനും വികസിത രാഷ്ട്രത്തിൽ ഒരു വീട് വാങ്ങിക്കുവാനും സാധ്യതയുണ്ട്. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഏറ്റവും ഉയർന്ന പദവി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അസാധ്യം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും അനുകൂലമായി തീരുവാനുള്ള യോഗം കാണുന്നുണ്ട്. അദൃശ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്താൽ ആശ്ചര്യം അനുഭവപ്പെടുവാൻ യോഗം കാണുന്നു. സാമ്പത്തികമായിട്ടുള്ള വരുമാന മാർഗം ഉണ്ടാകുമെങ്കിൽ പോലും, സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെടാമെങ്കിൽ പോലും വിശ്വാസയോഗ്യമായിട്ടുള്ളവരുമായിട്ട് മാത്രമേ സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെടാവൂ. പ്രത്യേകിച്ച് പണം മറ്റൊരാളുടെ കയ്യിൽ പെടുന്നതും കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും അത്ര ഗുണകരമല്ലാത്തതാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് പല വിധത്തിലുള്ള ചികിത്സകളും കൃത്യമായുള്ള രീതിയിൽ ലഭിക്കുകയും ജീവിതശൈലീ രോഗങ്ങളെ അതിജീവിച്ചുകൊണ്ട് വ്യായാമം, ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ അനുവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ 1 വർഷം പ്രതീക്ഷിച്ചതുപരി പ്രയത്നിക്കാനും കഴിഞ്ഞ 2-3 വർഷത്തെ നഷ്ടത്തെ നികത്തിക്കൊണ്ട് പ്രവർത്തിക്കാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ആഗ്രഹസാഫല്യത്താൽ ആത്മനിർവൃത്തിക്ക് യോഗം കാണുന്നുണ്ട്. കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കുന്നത് സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനും ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് പഠിക്കാനുമുള്ളൊരവസരം വന്നു ചേരുന്നത് വഴി ആശ്വാസം കാണുന്നുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ഒരു വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുവാനും സാഹചര്യങ്ങളുണ്ടാകും. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ 1 വർഷം കൂടുതൽ സമയം ഗൃഹത്തിൽ വന്ന് നാട്ടിൽ വന്നു പോകാൻ അവസരം വന്നു ചേരും. ഓണക്കാലത്തിനോടനുബന്ധമായിട്ടും ഡിസംബർ മാസത്തിലും വർഷത്തിലൊരിക്കൽ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ എന്ന സങ്കല്പത്തോടു കൂടിയാണ് എല്ലാ വർഷവും പതിവ്. എന്നാൽ ഈ 1 വർഷം 2 പ്രാവശ്യമായിട്ടും ഇങ്ങനെയുള്ളൊരു അവസരം വന്നു ചേരും. ഒരുപക്ഷെ ചില സാഹചര്യങ്ങളെ കൊണ്ട് സഹപ്രവർത്തകരെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കാം, വേറെ ചില സാഹചര്യങ്ങളെ കൊണ്ട് ബന്ധുമിത്രാദികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ മംഗളകരമായി തന്നെ ഈ ഒരു പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്ത് തീർക്കുന്നത് വഴി മനസ്സിൻ്റെ സമാധാനക്കേട്, വിമ്മിഷ്ടം എന്നിവ ഒഴിവാക്കുവാൻ സാധ്യതയുണ്ട്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളെ കൊണ്ട് അതെല്ലാം സ്വന്തം അധീനതയിൽ സ്വാധീനിക്കുമോ എന്ന തോന്നലുകൾ പലതും ഉണ്ടാകുമെങ്കിൽ പോലും എല്ലാം കൃത്യമായുള്ള രീതിയിൽ പ്രവർത്തന തലത്തിലെത്തിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മോഹന വാഗ്ദാനങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മാത്രമേ പ്രവർത്തിക്കാവൂ, ഏറ്റെടുക്കാവൂ. അല്ലാത്ത പക്ഷം അനിഷ്ടങ്ങൾ സംഭവിക്കുവാൻ ഇടയുണ്ട്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുന്നത് വഴിയും പ്രസ്ഥാനത്തിൻ്റെ ഉപശാഖകൾ തുടങ്ങുവാനൊരവസരം ഉണ്ടായിത്തീരും. എന്നാൽ കേരളത്തിൽ അഥവാ ഇന്ത്യയിൽ തുടങ്ങിയാൽ അതിനനുസരിച്ചുള്ളൊരു നേട്ടമുണ്ടാകുമോ എന്ന് വളരെയധികം വിലയിരുത്തി മാത്രമേ അതിൽ നിന്നും പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം നഷ്ടകഷ്ടങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ആത്മാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ പോലും അവരുടെ സമീപനത്തിൽ ചില സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ വളരെ നിയന്ത്രണം ഏത് സുഹൃത്തുക്കളാണെങ്കിലും വേണ്ടതാണ്. സാഹസ പ്രവൃത്തികളിൽ നിന്നും നിർബന്ധപൂർവം പിന്മാറുന്നത് ഈ 1 വർഷം നന്നായിരിക്കും. പല പ്രകാരത്തിലും ഓർമ്മശക്തി കുറയുമോ എന്ന തോന്നലൊക്കെ ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇതരമായിട്ടുള്ള ചികിത്സാ രീതികളും ഭക്ഷണ ക്രമീകരണങ്ങളും യോഗയും പ്രാണായാമമൊക്കെ തന്നെ ശീലിക്കുന്നതും ഇതിനെല്ലാം ഉപരിയായിട്ട് ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നതൊക്കെ തന്നെ വളരെ ഗുണകരമായി തീരുവാനാണ് യോഗം കാണുന്നത്. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ
ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിക്ക് അല്ലെങ്കിൽ വീടിന് വാസ്തുശാസ്ത്രപ്രകാരം ശ്രേയസ്സും പുരോഗതിയും സാമ്പത്തികമായിട്ടുള്ള നിലനിൽപ്പും കുറവാണോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിൽ പോലും അതെല്ലാം തന്നെ വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം സ്ഥിരീകരിച്ചുകൊണ്ട് മാറ്റങ്ങൾക്ക് തയ്യാറാകുവാനും തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം 2024 യോഗം കാണുന്നുണ്ട്. നമസ്കാരം.